തന്റെ ആഭരണ കടയെ ജോലിക്കാരെ വിശ്വസിച്ചേൽപ്പിച്ചതായിരുന്നു ദിയ കൃഷ്ണ. എന്നാൽ കടയിൽ ജോലി ചെയ്തിരുന്ന മൂവർ സംഘം 68 ലക്ഷത്തോളം രൂപ പല തവണകളായി മോഷ്ടിച്ചു കൊണ്ടുപോയെന്നറിഞ്ഞപ്പോൾ ദിയയും കുടുംബവും ഒന്നടങ്കം ഞെട്ടിയിരുന്നു. സത്യങ്ങളെല്ലാം ഓരോന്നായി പുറത്തു വന്നതോടെ നിൽക്കക്കള്ളിയില്ലാതെ മുങ്ങിയ ദിവ്യയും വിനീതയും രാധാകുമാരിയും അടങ്ങുന്ന മൂവർ സംഘം മോഷ്ടിച്ച കാശ് എന്തു ചെയ്തുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ ദിവ്യ എന്ന വിവാഹിതയായ പെൺകുട്ടി ഇരുനില വീടടക്കം പണിതു കഴിഞ്ഞു. മൂവർ സംഘത്തിൽ ഒരാൾ അടുത്തിടെ പുത്തൻ കാറും വാങ്ങിയിരുന്നു. അതുമാത്രമല്ല, ഇതിൽ ഒരാളുടെ സഹോദരനെ UK-യിൽ വിദേശ പഠനത്തിന് അയക്കുകയും ചെയ്തു. വിദേശത്ത് പഠനം നടത്തുവാൻ ലക്ഷക്കണക്കിന് രൂപയാണ് വേണ്ടത്. അതെല്ലാം ദിയയുടെ കടയിൽ നിന്നും എടുത്ത കാശുകൊണ്ടാണ് മൂവരും വകമാറ്റി സ്വന്തം പോക്കറ്റിലേക്ക് എത്തിച്ചതും ജീവിത നിലവാരം ഉയർത്തിയതും. ഇവർക്ക് 12,000, 13,000 മുതൽ 15,000 രൂപ വരെയാണ് ദിയ ശമ്പളം നൽകിയിരുന്നത്. എന്നാൽ കൃത്യമായി ജോലി ചെയ്തിരുന്നുമില്ല. പലപ്പോഴും കസ്റ്റമേഴ്സ് എത്തുമ്പോൾ കട പൂട്ടിയ നിലയിലായിരിക്കും. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും പലപ്പോഴും കട തുറക്കുക. കൃത്യം 5 മണിയാകുമ്പോഴേക്കും കട പൂട്ടി മൂവരും സ്ഥലം വിടുകയും ചെയ്യും. കടയിൽ വരുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ പോലെ വരികയും കടയിൽ നിന്നും ഇറങ്ങിയാൽ വമ്പൻ സെറ്റപ്പിലുമായിരുന്നു ഇവരുടെ ജീവിതം. മേക്കപ്പിനും വസ്ത്രങ്ങൾക്കുമൊക്കെയായി വേറെയും തുകകൾ ചെലവഴിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് ജോലി കൊടുക്കുകയും ശമ്പളം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ദിയ ഇപ്പോഴും താമസിക്കുന്നത് വാടകയ്ക്ക് ഫ്ളാറ്റിലാണെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും. ഓബയോസിയിൽ ജോലി ചെയ്യവെയാണ് ദിവ്യ തന്റെ പുതിയ വീടിന്റെ പാലുകാച്ച് നടത്തിയത്. വലിയ തുറയിലാണ് ദിവ്യ ഇരുനില വീട് പണിതത്. അതിന് ദിയയെ ക്ഷണിക്കുകയോ ഒരു വാക്കു പറയുകയോ പോലും ചെയ്തിരുന്നുമില്ല. കഴിഞ്ഞ 5-6 മാസത്തിനിടയിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഈ മൂവർ സംഘം നടത്തിയത്. ഗർഭിണിയായതിന്റെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ തളർന്നു കിടന്നുപോയ ദിവസങ്ങളായിരുന്നു ദിയയുടെ ഗർഭകാലത്തിന്റെ ആദ്യ 3 മാസം. ആ കാലയളവിലാണ് ഓബയോസിയിൽ ദിവ്യയും രാധാകുമാരിയും വിനീതയും ചേർന്ന് തട്ടിപ്പ് നടത്തിയത്. വിനീതയായിരുന്നു ആദ്യം ദിയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ട് ജോലിക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചതും ജോലി ചെയ്യുവാൻ എത്തിയതും. പിന്നാലെ തന്റെ 2 കൂട്ടുകാരെ കൂടി വിനീത ഒപ്പം ചേർക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ആരംഭിച്ച സ്റ്റോറിൽ വിലക്കുറവിലും ക്വാളിറ്റിയിലും ആഭരണങ്ങൾ മാത്രമല്ല സാരികളും ലഭിച്ചിരുന്നു. എന്നാൽ രാവിലെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ മുതൽ ജോലിക്കാർ തട്ടിപ്പ് തുടങ്ങുകയായിരുന്നു. QR കോഡ് മറച്ചുവെച്ചും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ഒക്കെയാണ് ജോലിക്കാർ തട്ടിപ്പ് നടത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.